ഹലോ, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഒരു ടിപ്പാട്ടോ. നമ്മുടെ അമ്മമാർക്കൊക്കെ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്ന ഒരു ടിപ്പായിരിക്കും. നമ്മുടെ കിച്ചണിലും അതുപോലെ ബാത്റൂം ടൈൽസിലെല്ലാം ഈ ഒട്ടിപ്പിടിച്ചിരിക്കത്തില്ലേ കറ. അപ്പോൾ ആ കറ മാറ്റാനായിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെയുള്ളൊരു സിമ്പിൾ ടെക്നിക്കാണ്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് നമ്മുടെ വാൾ ടൈലിലെ കറ മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് ഞാൻ എനിക്കിത് കാണിച്ചു തരാൻ പോകുന്നത്. ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴത്തേക്കും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ അമർത്തി ഓളെന്നുള്ള ഓപ്ഷൻ ആക്കി കഴിഞ്ഞാൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്കത് വീഡിയോ കണ്ടിട്ട് വരാം. ഞാൻ കിച്ചണിലെ വാൾ ടൈൽ എങ്ങനെ ക്ലീൻ ആക്കുന്നതെന്ന് കേട്ടോ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. ഇതിൻ്റെ വിടവിലെല്ലാം നല്ലതുപോലെ കറ പറ്റിയിരിപ്പുണ്ട്. നമ്മളിത് ഒരു പ്രാവശ്യം ക്ലീൻ ചെയ്തതാണ് കേട്ടോ. ക്ലീൻ ചെയ്തുകൊണ്ട് അത്രയ്ക്ക് കറ എനിക്ക് കാണിച്ചു തരാൻ പറ്റുന്നില്ല, എന്നാലും അത്യാവശ്യം കറ പറ്റിയിരിപ്പുണ്ട്. അപ്പോൾ നമ്മുടെ വാൾ ടൈൽ ക്ലീൻ ചെയ്യാനായിട്ട് ഞാൻ ആദ്യം എടുക്കുന്നത് കോൾഗേറ്റ് പേസ്റ്റ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു നാരങ്ങ കേട്ടോ. ഞാനിപ്പോൾ ഒരു ചെറിയൊരു ഭാഗം മാത്രമേ ക്ലീൻ ചെയ്ത് കാണിച്ചിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഡയറക്റ്റായിട്ട് ഇതുപോലെ നാരങ്ങ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഈ ഒരു കുഞ്ഞു പീസ് ഉണ്ടല്ലോ, ഞാൻ രണ്ട് ഇതായിട്ട് കട്ട് ചെയ്തപ്പോൾ ഒന്ന് കുഞ്ഞായിട്ടാണ് കേട്ടോ എടുത്തത്. അപ്പം ആ കുഞ്ഞു പീസിലേക്ക് കോൾഗേറ്റ് വച്ചിട്ട് നമുക്ക് എവിടെയാണോ ക്ലീൻ ചെയ്യേണ്ടത് അവിടെ നല്ലതുപോലെ അത് വെച്ചൊന്ന് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഒരുപാട് ഇപ്പം ബാത്റൂമിലെ വാൾ ടൈൽസ് ഫുള്ളും ക്ലീൻ ചെയ്യണം അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇത് കൊണ്ടൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അല്ലാതെ ഇത്രയും പേസ്റ്റും അതുപോലെ നാരങ്ങയൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഒരു നാരങ്ങ ഫുൾ പിഴിഞ്ഞ് അതുപോലെ കുറച്ച് ഒരു സ്പൂണ് പേസ്റ്റും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു സൊല്യൂഷൻ പോലെ ഉണ്ടാക്കി അത് സ്പ്രേ ചെയ്ത് നമുക്കിതുപോലെ നല്ലതുപോലെ എന്തെങ്കിലും സ്ക്രബോ എന്തെങ്കിലും കൊണ്ടോ ഒന്ന് ഉരಸಿ എടുത്തു കഴിഞ്ഞാൽ നല്ലതുപോലെ ക്ലീനായി കിട്ടും കേട്ടോ. ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു കുഞ്ഞു പാർട്ടേ ഞാൻ ക്ലീൻ ചെയ്ത് കാണിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ നാരങ്ങ ഡയറക്റ്റായിട്ട് ഇങ്ങനെ തേക്കുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു ഭാഗം തേച്ചിട്ടുണ്ട്. വ്യത്യാസം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ ഇടയിലുള്ള കറയെല്ലാം നല്ലതുപോലെ മാറിയിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ, ഞാൻ അധികം പ്രഷറൊന്നും കൊടുത്തിട്ടില്ല. വളരെ സിമ്പിളായിട്ട് തന്നെ ഈ വിടവിലുള്ള കറയെല്ലാം നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ അടുക്കളയിൽ വാൾ ടൈലും അതുപോലെ ബാത്റൂമെല്ലാം ക്ലീൻ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് ആ ഒരു ടൈലിൻ്റെ പുറം ഭാഗം മാത്രം വാഷ് ചെയ്ത് പോകും. പക്ഷേ ഇങ്ങനെ വിടവിലെല്ലാം കറ പറ്റി കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് നല്ലതുപോലെ നമ്മുടെ ടൈലെല്ലാം ചീത്തയാവും. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ടൈലെല്ലാം പുതിയതുപോലെ വെട്ടിത്തിളങ്ങും കേട്ടോ. അപ്പോൾ ഞാൻ ഒരു പാർട്ട് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്, ഒരു സൈഡ് ഫുള്ളായിട്ട്. അപ്പോൾ അതിന് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചതിന് ശേഷം നിങ്ങൾക്ക് കറക്റ്റായിട്ട് വ്യത്യാസം കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ കിച്ചണിലെ വാൾ ടൈലിൻ്റെ ഒരു സൈഡ് ക്ലീൻ ചെയ്തിട്ടുണ്ട്. നല്ലതുപോലെ തന്നെ അതിൻ്റെ വിടവിലുള്ള കറയെല്ലാം മാറിയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ക്ലീൻ ചെയ്യാത്ത പാർട്ടും കൂടെ കാണിച്ചു തരാം. അപ്പോഴേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ ഒരു വ്യത്യാസം മനസ്സിലാകത്തുള്ളൂ. ഇപ്പോൾ കണ്ടോ, ഇവിടെ വിടവിലെല്ലാം നല്ലതുപോലെ തന്നെ ക്ലീൻ ആയിട്ടുണ്ട്. നമ്മുടെ അടുക്കളയിലെല്ലാം വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. വീട്ടിലുള്ള സ്ഥിരം നമ്മൾ ഉപയോഗിക്കുന്ന 2 സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഞാൻ ക്ലീൻ ചെയ്യാത്ത സ്ഥലവും കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ വിടവിലെല്ലാം കറ പറ്റിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ക്ലീൻ ചെയ്ത ഭാഗമാണ്. അപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ എല്ലാവർക്കും പ്രയോജനപ്പെടുന്നൊരു കുഞ്ഞു ടിപ്പാട്ടോ ഞാൻ പറഞ്ഞു തന്നത്. നമ്മുടെ ബാത്റൂമിലെ വാൾ ടൈലായാലും കിച്ചൻ്റെ വാൾ ടൈലായാലും നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഈ മെത്തേഡ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ കണ്ടല്ലോ, വളരെ സിമ്പിളായിട്ട് നമ്മുടെ വാൾ ടൈലിലെ കറ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ ഒരു സിമ്പിൾ ടിപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.